അഞ്ജലിയുടെ പിറന്നാൾ ദിവസം ശിവൻ അഞ്ജലിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളിലും ചുണ്ടിലും ഒരു ചുംബനം കൊടുത്ത പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ അഞ്ജലിക്ക് പിറന്നാൾ സമ്മാനങ്ങളും കൊടുക്കുന്നു. അഞ്ജലിക്ക് പുതിയ സ്വർണവും അതുപോലെ തന്നെ അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അഞ്ജലി പോലും പ്രതീക്ഷിക്കാത്ത വലിയൊരു സമ്മാനമായിരുന്നു ശിവൻ കൊടുത്തിരുന്നത്. അഞ്ജലിയുടെ പിറന്നാൾ എന്നാണെന്ന് അഞ്ജലിയോട് തന്നെ ചോദിച്ച അന്ന് വലിയൊരു സമ്മാനമായിരുന്നു ശിവൻ കരുതി വെച്ചിരുന്നത്. അഞ്ജലിയുടെ പിറന്നാളായ രാത്രി 12 മണിക്ക് തന്നെ ശിവൻ അഞ്ജലിയെ വിളിച്ചുണർത്തി അഞ്ജലിയുടെ കൈ പിടിച്ച് ആശംസകൾ നേരുകയും അതുപോലെ തന്നെ അഞ്ജലിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളിലും ചുണ്ടിലും ഒരു ചുംബനം കൊടുത്ത അഞ്ജലിക്ക് അങ്ങനെ ശിവൻ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അത് കഴിഞ്ഞ് അഞ്ജലിക്ക് താൻ കരുതി വെച്ചിരുന്ന സമ്മാനങ്ങൾ കൊടുക്കുന്നു. പുതിയ വസ്ത്രങ്ങളും സ്വർണവും കമ്മലും എല്ലാം അഞ്ജലിക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്കുള്ള സ്വർണം ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുത്തോളാമെന്ന് പണ്ട് സാവിത്രിയോടും ജയന്തിയോടും മുഖത്ത് നോക്കി പറഞ്ഞത് അന്ന് ഓർമ്മ വരികയാണ്. അഞ്ജലിയുടെ പിറന്നാൾ സമ്മാനമായി അഞ്ജലിക്ക് പുതിയ സ്വർണവും മറ്റുമെല്ലാം ശിവൻ വാങ്ങിക്കൊടുക്കുന്നു. അതുപോലെ തന്നെ അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള വസ്ത്രങ്ങളും. ഹരിയുടെ ഭാര്യ അപർണയുടെ പിറന്നാൾ ഹരി ഓർക്കാത്തത് വീട്ടിൽ വലിയ പ്രശ്നമാകുമ്പോൾ അത് ശിവനോട് പങ്കുവെക്കുമ്പോൾ അതിത്ര വലിയ പ്രശ്നമാണോ എന്നും ഭാര്യയുടെ പ്രേമിച്ച് നടത്തുന്ന കാലത്ത് അവളുടെ പിറന്നാൾ എന്നും ഓർത്തു വെച്ചിരുന്ന അവൾക്ക് ആശംസകളും സമ്മാനങ്ങളും നൽകുന്നതുമായിരുന്നുവെന്ന് ഹരി പറയുമ്പോഴും അത് മറന്നുപോയതിൻ്റെ പേരിൽ അപർണ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ശിവനോട് പറയുമ്പോഴാണ് ശിവന് ഇങ്ങനെ അഞ്ജലിയുടെ പിറന്നാൾ എന്നാണെന്ന് എല്ലാം ചോദിച്ചു മനസ്സിലാക്കാൻ തോന്നുന്നത്. അങ്ങനെയൊരു പ്രശ്നം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ തൻ്റെ മനസ്സിലെ സ്നേഹം എന്താണെന്ന് അഞ്ജലിയോട് കാണിക്കാനുമായിരുന്നു ശിവൻ അഞ്ജലിക്ക് അങ്ങനെ ഒരു അപ്രതീക്ഷിത സമ്മാനം കൊടുത്തിരുന്നത്. അഞ്ജലിയോട്